നിങ്ങൾ നാളിതുവരെ വന്നൊരു ഇന്റർവ്യൂ നടത്തിയിട്ടില്ല. ഇല്ല. മഴ പിടിച്ചപ്പോ എന്താ വരാൻ കാരണം? ടെൻഷൻ കൂടുതലാണ്. മലയാളി ഒരു പ്രത്യേക സ്പീഷ്യസ് ആണ് അല്ലേ? ലോകത്ത് ഇങ്ങനെ ഒരു സ്പീഷ്യസ് വേറെ ഇല്ല. 130 വർഷം പഴക്കമുള്ള ഒരു ഡാമിന്റെ അടിയിൽ 50 വർഷം പഴക്കമുള്ള വേറൊരു ഡാമിന്റെ അടിയിൽ, ഇടുക്കി ഡാം. നമ്മൾ എന്തെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. 2 സൈഡിലും കല്ലുകൾ ഇങ്ങനെ കെട്ടി, നടുക്ക് നമ്മൾ റോഡൊക്കെ പണിയുമ്പോൾ ഇടുന്ന ചെറിയ മെറ്റൽസിലെ ആ മെറ്റല് സുർക്കി എന്ന് പറയുന്ന ചുണ്ണാമ്പും മണലും ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി എടുത്ത സാധനം കൂടി കൂട്ടി ഒരു ബോണ്ടിങ് മോട്ടാറായിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് പണിതതാണ്. അപ്പോൾ ഈ മുല്ലപ്പെരിയാർ തകരുകയാണ് കേരളത്തിലെ മധ്യഭാഗത്തെ ജില്ലകളെ മാത്രമേ ബാധിക്കുകയുള്ളൂ നമുക്കൊരു ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഈ 2018 വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ ധാരണ എല്ലാം തെറ്റിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ 14 ജില്ലകൾ നമുക്കുണ്ട്, 13 ജില്ലകളെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്കത് പ്രശ്നമാകില്ലേ? സാറിൻ്റെ അഭിപ്രായം എന്ത്? നമ്മുടെ നാട്ടിൽ 8000-ന്റെ അടുക്ക ഫാക്ടറികളുണ്ട് കേരളത്തിൽ. ശരിയാണ്. ഓക്കെ. അതിൽ പകുതിയിലധികം ഫാക്ടറികൾ ഈ മുല്ലപ്പെരിയാറിൻ്റെ താഴെയാണ്. അതിൽ തന്നെ വീണ്ടും പകുതിയിലധികം ഫാക്ടറികൾ കെമിക്കൽ ഫാക്ടറികളാണ്. അതെ, ശരിയാണ്. ബെൻസീൻ, ഹൈഡ്രജൻ പോലെയുള്ള വിഷവാതകങ്ങൾ സംഭരിച്ചു വച്ചിരിക്കുന്ന ഫാക്ടറികളാണ്. അത് രണ്ട് രൂപത്തിൽ സംഭരിച്ചു വെച്ചുകൊണ്ട് ലിക്വിഫൈഡ് ചെയ്തും ഗ്യാസ് രൂപത്തിലും സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അത് കൂടാതെ നമ്മുടെ കൊച്ചിൻ ഓയിൽ റിഫൈനറി ഉണ്ട്, ക്രൂഡ് ഓയിൽ ഉണ്ട്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഉണ്ട്, BPCL, അവിടെയും പെട്രോളും ക്രൂഡ് ഓയിലും എല്ലാം ഉണ്ട്. വഴിയെ പോകുന്ന എത്ര ടാങ്കറുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻഫ്ലാമബിൾ, കത്തുന്നത്. നമ്മൾ ഈ റോഡിൽ ഇറങ്ങി ചെയ്യുന്ന ഒരു 10 എണ്ണമെങ്കിലും കാണാം ഒരു അരമണിക്കൂറും കൊണ്ട്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എയർപോർട്ടിൽ ഫ്യൂവലുണ്ട്, അത് ഒരു 10 മീറ്റർ അകലെ തീ പോയാൽ കയറി പിടിക്കുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഇന്ധനമാണ്. നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ട്, അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന് തമ്പുരാൻ അറിയാം. അത് ഡിഫൻസിന്റെ സീക്രട്ടാണ്, അത് പറയൂല. സദേൺ നേവൽ കമാൻഡ് ഉണ്ട്. ഒരൊറ്റ ബെൻസീൻ ഫാക്ടറി, ബെൻസീൻ എന്ന് പറഞ്ഞാൽ വളരെ പോയ്സണസ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ഒരെണ്ണം, ഇത്രയൊന്നും വേണ്ട, ഒരെണ്ണം പൊട്ടിത്തെറിച്ചാൽ ഈ ആഘാതത്തിൽ, ഈ ഡാമിൻ്റെ തകർച്ചയുടെ ആഘാതത്തിൽ ഒരെണ്ണം പൊട്ടിത്തെറിച്ചാൽ ഭോപ്പാൽ ട്രാജഡി ആവർത്തിക്കൂലേ? ഉറപ്പായിട്ടും. അവിടെ ഞാൻ ഗ്യാസാണ് അതുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് പോവില്ല എന്ന് ഗ്യാസ് ചിന്തിക്കോ? ഞാൻ കർണാടകത്തിലേക്ക് പോവില്ല ചിന്തിക്കോ ഗ്യാസ്? ഈ ഗ്യാസ് എവിടെ ചെയ്യും? ഈ വിഷവാതകം എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ ജനങ്ങൾ വീഴും. ഡാമിന്റെ തകർച്ച എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സമ്പൂർണമായ തകർച്ചയാണ്. അതുകൊണ്ടാണ് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് പേടി. ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം. അതായത് ഒരു നാട്ടിലെ ജനങ്ങൾ ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും അവർ ഇറങ്ങിയാലും, ഈ പ്രക്ഷോഭത്തിന് ഇറങ്ങിയാലും പ്രക്ഷോഭത്തിന് ഇറങ്ങിയില്ലെങ്കിലും ഒക്കെ ചിന്തകളിൽ ഒറ്റക്കെട്ടാണ്. അപ്പോൾ അതെ, ആര് നേതൃത്വം കൊടുക്കുമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ, ആര് മുമ്പിൽ നിൽക്കുമെന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് ഈ നാടിൻ്റെ പ്രശ്നം. ഇതിപ്പം 1924-99 വെള്ളപ്പൊക്കം ഞാൻ പറഞ്ഞില്ലേ, കോഴിക്കോട് വരെ നശിച്ചെങ്കിൽ അന്ന് മുല്ലപ്പെരിയാർ മാത്രമേ ഉള്ളൂ. ഇന്ന് ഇടുക്കിയുണ്ട്, ലോവർ പെരിയാറുണ്ട്, ഭൂതത്താങ്കട്ടുണ്ട്. പിന്നെ സൈഡിൽ ഈ വെള്ളമൊക്കെ എവിടെയൊക്കെ പോയി പൊട്ടിത്തെറിക്കുമെന്ന് അറിയില്ല. സൈഡിൽ മൊത്തം 10-14 ഡാംസ് ഉണ്ട്. അത് ഏതൊക്കെ തകരുമെന്ന് എനിക്ക് പറയില്ല. ഒരു സ്ഥലത്ത് ഭൂമിക്ക് വലിയ ആഘാതവും കുലുക്കലും ഉണ്ടായാൽ വേറെ സ്ഥലത്ത് അത് ബാധിക്കുമല്ലോ. ഏതൊക്കെ പൊട്ടുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഡയറക്റ്റായിട്ട് ഇത്രയുണ്ട്. അത്രയും പൊട്ടിയാൽ തന്നെ കേരളം ഉണ്ടോ? വെള്ളം കൊണ്ടുണ്ടോ? വാതകവും വിഷവാതകവും കത്തുന്ന വാതകവും പെട്രോളും ഒക്കെ പോട്ടെ, വെള്ളം കൊണ്ടുണ്ടാവുമോ മനുഷ്യൻ? ഉണ്ടാവില്ല. ഇത് ബോംബെന്നല്ല പറയണ്ട, വേറെ എന്തെങ്കിലും പറയണം. ഇതിന്റെ ഒരു തീവ്രത നോക്കും വേണ്ടല്ലോ. ബോംബ് എന്ന് പറഞ്ഞ ബോംബ് നിസാരാണ്, വെറും നിസാരാണ്. ഇതിന്റെ തീവ്രത പറയാനായിട്ട് മലയാളത്തിൽ വാക്കുകളില്ല.
എന്നാൽ ഞാൻ പറയുന്നത് ഇംഗ്ലീഷിലും ഇല്ല. അപ്പൊ ഈ മുല്ലപ്പെരിയാർ വിഷയത്തില് ഈ 2025 ജനം എന്താണ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു? അതാണ് കറക്റ്റ് ചോദ്യമാണത്. നിങ്ങൾ ചെയ്യേണ്ടത് നിസ്സാരമായ കുറച്ച് കാര്യങ്ങളാണ്. അവനവൻ്റെ വീടിൻ്റെ മുമ്പിൽ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം എന്ന് എഴുതി വയ്ക്കുക. ഓക്കെ. ജസ്റ്റ് ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുക മുല്ലപ്പെരിയാർ ഡാം നിർവീര്യമാക്കുക. അത് സേവ് കേരള ബ്രിഗേഡിൻ്റെ ഒരു മിഷനാണ്. അപ്പോൾ ഡീകമ്മീഷൻ മുല്ലപ്പെരിയാർ ഡാം SKB എന്നോ സേവ് കേരള ബ്രിഗേഡ് എന്നോ മൊത്തത്തിൽ എഴുതി വയ്ക്കുക. അങ്ങനെ എല്ലാ വീടുകളിലും എഴുതി വയ്ക്കുക. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ, ഇവിടെ വരുന്ന അന്യ സംസ്ഥാനക്കാർ, നാട്ടിൽ തന്നെയുള്ള ജനങ്ങൾ ഇത് വായിക്കും. അതവരുടെ സ്മരണയിൽ നിൽക്കും. വരാൻ പോകുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പാണല്ലോ ഇതെന്ന് ചിന്തിക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്ക് ഒരു പെറ്റീഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുണ്ട്. അത് ശരിക്കും നരേന്ദ്രമോദിജിയെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണെങ്കിലും അത് ലോകത്തെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഓൺലൈൻ change.org എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ഒപ്പ് വീഴുമ്പോൾ നരേന്ദ്രമോദിജി മാത്രമല്ല, ലോകം മുഴുവനും ശ്രദ്ധിക്കും. ഇത് ജനാധിപത്യ രാജ്യമാണ്. അതെ അതെ. ഓരോ പൗരനും വോട്ടും, അതുപോലെ തന്നെ അവരുടെ ഓരോ അഭിപ്രായങ്ങൾ വിലയുണ്ട്. ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ട്. വീട്ടിൽ വിലയില്ലെങ്കിലും നാട്ടിൽ വിലയില്ലെങ്കിലും ഇതിൽ സൈൻ ചെയ്താൽ വില ഉണ്ടാവും. കാരണം ഇത് ലോകം ശ്രദ്ധിക്കും. അപ്പോൾ ഇത് അഡ്വക്കേറ്റ് റസൽ ജോയി കൊണ്ടുപോയി പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ഇതിൻ്റെ പ്രോഗ്രസ് അപ്പോൾ വിലയിരുത്തി പ്രധാനമന്ത്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി എന്താ ചിന്തിക്കുക? 4.5 കോടി ജനങ്ങളുണ്ട് കേരളത്തിൽ. 20 ലക്ഷം പേർക്ക് ഇത് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള 4 കോടി 30 ലക്ഷത്തിന് ഇത് ആവശ്യമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ഒരു അര കോടി ജനങ്ങളെങ്കിലും ഇതിൽ ഒപ്പിട്ടാലോ ഇത് ലോകം ശ്രദ്ധിക്കും. പ്രധാനമന്ത്രി ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഒരു നിവൃത്തി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ change.org എന്ന പ്ലാറ്റ്ഫോമിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോവുക. അഡ്വക്കേറ്റ് റസൽ ജോയ്സ് പെറ്റീഷൻ അടിച്ചാൽ ഈ പെറ്റീഷൻ വരും. റസൽ എന്നുള്ള സ്പെല്ലിങ് തെറ്റിക്കാതിരുന്നാൽ മതി. RUSSEL അതാണ് റസൽ എന്നുള്ള സ്പെല്ലിങ്. ആ സ്പെല്ലിങ്, അതായത് അഡ്വക്കേറ്റ് എന്നുള്ളതിൻ്റെ ADV കഴിഞ്ഞിട്ട് റസൽ ജോയ്, ആ റസൽ ജോയ്സ് പെറ്റീഷൻ എഴുതിയിട്ട് കഴിഞ്ഞാൽ, ഗൂഗിളിൽ എഴുതിയിട്ടാൽ, സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടാൽ ഈ പെറ്റീഷൻ നോർമലി വരും. ഇനി വന്നില്ലെങ്കിൽ change.org എന്ന പ്ലാറ്റ്ഫോമിൽ പോവുക. അതിലെ റസൽ ജോയ്സ് പെറ്റീഷൻ നോക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ID വെച്ച് സൈൻ ചെയ്യുക. മറ്റുള്ളവരുടെ ഇമെയിൽ ID കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സൈൻ ചെയ്യാവുന്നതാണ്. മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് അവരോട് സൈൻ ചെയ്യാൻ പറയാവുന്നതാണ്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് കൂടുതൽ സമയവും ഇങ്ങനെ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. അവർ ചെയ്യുക, അവരുടെ വീട്ടിലെ പാരൻസിനോട് പറയുക, കൂട്ടുകാരോട് പറയുക, നാട്ടിൽ മുഴുവൻ ഇതൊരു വിപ്ലവമാക്കി മാറ്റുക. ഇതിലൂടെ നമുക്കൊരു പരിഹാരം ഉണ്ടാകാൻ പറ്റും. അപ്പോൾ സാർ എങ്ങനെയാണ് ഈ മുല്ലപ്പെരിയാർ വിഷയത്തിലേക്ക് കടന്നു വന്നത്? അവിടെ നിൽക്ക് ഫോട്ടോ ശ്രദ്ധിച്ചാ അത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സാറാണ്. അദ്ദേഹമാണ് എൻ്റെ ഗുരു. ആ ഫോട്ടോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സാറിൻ്റെ കസേരയിൽ എന്നെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ഓക്കെ. സാർ ഇരിക്കേണ്ട കസേരയാണത്. അതിൽ എന്നെ സദ്ഗമയിൽ, സാറിൻ്റെ വീട്ടിലാണത്. സാറിൻ്റെ വീട്ടിൽ സദ്ഗമയിൽ സാർ ഇരിക്കുന്ന കസേരയിൽ എന്നെ പിടിച്ചിരുത്തിയതാണ്. അതിൻ്റെ മുമ്പിൽ കുറേ ചാനലുകാരുടെ മൈക്ക് വെച്ചാണോ? അതൊരു പത്രസമ്മേളനമാണ്. അപ്പോൾ ആ പത്രസമ്മേളനം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാരുടെ ഒരു സംഘടനയുടെ ചെയർമാൻ ഞാനായിരുന്നു. സാറ് രക്ഷാധികാരിയുമായിരുന്നു. അപ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത് ഇന്ന് പലരും ചെയ്യുന്ന പോലെ ഒരു വീട് പണിത് കൊടുത്തിട്ട് ഫോട്ടോ എടുത്ത് വീട്ടുകാരെ നിർത്തി അപമാനിച്ച് ഫോട്ടോ എടുത്തിടുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഒരാൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അയാളെയും കൂടി നിർത്തി ഫോട്ടോ എടുത്ത് എല്ലാ മീഡിയയിലും കൊടുക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നത്, സ്പോൺസർ ചെയ്യുന്നത് എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല.
എൻ്റെ മക്കളോടൊപ്പം വേറെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഞാൻ സ്പോൺസർ ചെയ്ത് പഠിക്കുന്നുണ്ട്. അത് ഏത് കുട്ടികളാണെന്നുള്ളത് എൻ്റെ വീട്ടുകാർ പോലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നിശബ്ദമായ ഒരു നല്ല ത്യാഗമുണ്ട് അതിൻ്റെ അകത്ത്. കാരണം കിട്ടുന്ന പൈസ മുഴുവനും, എൻ്റെ വീട് കണ്ടില്ലേ, കിട്ടുന്ന പൈസ മുഴുവനും അങ്ങനെ പോകുന്നത് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പോകുന്നതല്ല, അത് സന്തോഷത്തോടെ കൊടുക്കുന്നതാണ്. ആ സന്തോഷമാണ് എൻ്റെ റിവാർഡ്. അപ്പം ഇങ്ങനെ നടന്നു, ജനങ്ങൾ അറിയുന്നില്ല, ആരും അറിയുന്നില്ല, കിട്ടുന്നവരും കൊടുക്കുന്നവരും മാത്രമേ അറിയുന്നുള്ളൂ. അപ്പം ഇങ്ങനെ നടന്ന ആളാണെന്ന് സാറിനറിയാം. അപ്പോൾ സാറ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കേസ് സുപ്രീം കോടതി കൊടുക്കണം. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം, എനിക്കറിയാവുന്നതെല്ലാം പറഞ്ഞു തരാം, ബാക്കി നീ പഠിക്കണം, നീ റിസർച്ച് ചെയ്യണമോ. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറിന് ചെയ്തുകൂടെ, സാർ എന്നെ എന്തിനാണ് ഏൽപ്പിക്കുന്നത്, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ സാറ് പറഞ്ഞത്, സാർ ഇവിടെ കേരളത്തിലെ ഒരു മന്ത്രിയായിരുന്നു, സാറിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട്, അതാണ് നിന്നോട് പറഞ്ഞത്. നീ തമിഴ്നാട്ടിൽ നിന്ന് ഒരു 10,000 കോടി കിട്ടിയാൽ വാങ്ങില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, നിന്നെ കൊല്ലും എന്ന് പറഞ്ഞാലും നീ ആ ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞതെന്ന് എന്നോട് പറഞ്ഞു. പക്ഷെ എനിക്കാ ഉറപ്പില്ലായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഉറപ്പുണ്ടായില്ല. ഞാനിങ്ങനെ ആലോചിച്ച്, ഒരു 10,000 കോടി കിട്ടിയാ ഞാൻ മാറുമോ? അത് കുറേ നാളെൻ്റെ ചിന്താവിഷയമായിരുന്നു. അവസാനം ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്ത്, 10,000 അല്ല, ഇരട്ടി 20,000 കോടി കിട്ടിയാലും ഞാൻ ഇതിൽ നിന്ന് മാറില്ല എന്ന് എന്നെ തന്നെ ഞാൻ ബോധ്യപ്പെടുത്തി. പിന്നെയാണ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, ജീവന് എന്ത് സംഭവിച്ചാൽ. എൻ്റെ ജീവൻ വേണമെങ്കിൽ പോട്ടേന്ന് വയ്ക്കാം, കുടുംബത്തിൻ്റെയോ മക്കളുടെയോ, അതിനെനിക്ക് ഒരുപാട് നാൾ ചിന്തിക്കേണ്ടി വരണം. അവസാനം ഞാൻ തീരുമാനിച്ചു, കേരളത്തിലെ എത്ര കുഞ്ഞുമക്കളുണ്ട്, ലക്ഷക്കണക്കിന് കുഞ്ഞുമക്കളില്ലേ, അവരുടെ ജീവനൊരു വിലയില്ലേ. ഞാൻ എൻ്റെ മക്കളുടെ ജീവൻ എന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം. അപ്പോൾ ഇറങ്ങുവാണെങ്കിൽ ഞാനും എൻ്റെ കുടുംബത്തിലെ എല്ലാവരുടെയും ജീവൻ വെച്ചുകൊണ്ട് ഇറങ്ങണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിക്കാൻ എടുത്ത സമയമേ പോയിട്ടുള്ളൂ. അതിനുശേഷം തീരുമാനത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ട്, നാളിതുവരെ നിന്നിട്ടുണ്ട്. ഒരുപാട് പ്രലോഭനങ്ങൾ വന്നിട്ടുണ്ട്, ഭീഷണികൾ വന്നിട്ടുണ്ട്, കൂടെ നിൽക്കുന്നവർ കുത്തിയിട്ടുണ്ട്. കൂടെ നിൽക്കുന്നവരുടെ കുത്താണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കിയത്. അതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ദൃഢ മനസ്സോടുകൂടി, ദൃഢ ചിത്തത്തോടുകൂടി ഉറച്ചു തന്നെ ഈ വിഷയത്തിൽ നിൽക്കും. ഒരു പരിഹാരം തീർച്ചയായും ഞാൻ ഉണ്ടാക്കും, ഉറപ്പാണ്. അപ്പൊ സാറിന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. നന്ദി. അപ്പൊ ഇത്രയും നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.